ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല. ഞാനൊരിക്കലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അൺട്രാംസിലെ ഡിസ്കളറേഷന് നമ്മൾ ഡോം ടോക്കിൻ്റെ ഒരു 10% അത്ര ഉള്ള നയാസിനമയുടെ ആ ഒരു സ്പ്രേ ബോട്ടിൽ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നു, പലർക്കും വിയർപ്പുണ്ട്, അതിനെന്താ ചെയ്യുക, അങ്ങനെ വരുന്ന സ്മെല്ലിനൊക്കെ എന്താ ചെയ്യുക എന്നുള്ളൊരു കമൻറ്റുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടാമെന്ന്. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലോ അതുപോലെ എനിക്ക് വിയർപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാതെ ആയില്ലേ, ആ ഒരു ടൈമിൽ ഞാനും വിയർത്ത് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു സ്മെല്ല്, ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലും വരുന്നത് പോലെ എനിക്ക് ഫീൽ ആവാറുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ വീണ്ടും അത് വാങ്ങിച്ച് ഉപയോഗിക്കും. കാരണം നമുക്ക് നല്ലോണം കൂടുതൽ നിറം കുറഞ്ഞവരിൽ ഈ അൺട്രാംസൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിട്ടിരിക്കുക, എൻ്റെയൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് ഇപ്പം ഒരുപാട് മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ വിയർപ്പ് വരും, അതുപോലെ തന്നെ സ്മെല്ല് ആ സമയത്ത് ചെറുതായി വരും. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്തിട്ടും ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കേണ്ടതായിട്ടാണോ എന്ന് എനിക്കറിയില്ല, അതെനിക്ക് പെട്ടെന്ന് വന്നതാണോ എന്നും അറിയില്ല. ഈ ഹോർമോൺ ചേഞ്ച് കാരണം വരുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രസവത്തിന് ശേഷമാണ് എനിക്കത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് കരുതി. അപ്പോൾ ഞാൻ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് ഹോം റെമഡീസ് എനിക്ക് കിട്ടിയിട്ടോ, എങ്ങനെയാണ് സ്മെല്ലില്ലാതാക്കുക, വിയർപ്പില്ലാതാക്കുക എന്നുള്ളതൊക്കെ. ആദ്യം വേണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ അണ്ടർആംസ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് വെച്ചാൽ തന്നെ ഏകദേശം എല്ലാ പ്രശ്നം മാറും. പിന്നെ വിയർപ്പ് എന്നൊക്കെ പറയുന്നത് പലരുടെയും ബോഡിയുടെ ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയത്താണ് ഹോർമോൺ ചേഞ്ച് കാരണമാണോന്ന് അറിയില്ല അങ്ങനെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടെത്തിയത് ചെയ്തിട്ടാണോ വീണ്ടും ഹോർമോൺ ചേഞ്ച് വന്നിട്ടാണോ ഇത് മാറിയെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് എനിക്ക് ഈ ഒരു സ്മെല്ല് വന്നിരുന്നതും. സ്മെല്ലൊക്കെ അടുത്ത കാലത്ത് വന്നൊരു സംഭവമാണ് കേട്ടോ. അത് പോയതും പിന്നെ വിയർപ്പ് പോയതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തക്കാളി നീരും ഒലീവ് ഓയിലും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മളൊന്ന് ഈ കക്ഷത്ത് പുരട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് കുളിക്കുന്നതിനേക്കാളും മുന്നേ പുരട്ടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പുരട്ടിയിട്ട് നമുക്കതൊന്ന് തുടച്ച് നീക്കി കളയാം. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ലോണം തുടയ്ക്കണം കേട്ടോ. നമ്മൾ ഈ വെള്ളമൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ടാവും. പലരും വിചാരിക്കും നമുക്ക് പെർഫ്യൂം അടിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഈ പെർഫ്യൂമും ഈ ഒരു വർഷത്തെ വേറൊരു സ്മെല്ലും കൂടി വരുമ്പോൾ വേറൊരു വൃത്തികെട്ട മണമാണ് നമുക്ക് വരിക. അപ്പോൾ ആദ്യം ചെയ്തത് ആ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോഴാണ് വേപ്പിലയും അതുപോലെ തന്നെ വെള്ളം ചേർത്ത് നല്ലോണം അരച്ചിട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അടിക്കുക. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോഴെല്ലാം കുളിക്കുന്നതിനേക്കാളും മുന്നാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കുളിക്കുക. അതാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം മാറി കിട്ടണമല്ലോ. അപ്പോൾ ഞാനത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് എൻ്റെ ഏകദേശമൊക്കെ മാറിയത്. ഏകദേശം എന്ന് വെച്ചാൽ പോയി. ഇനി ഞാൻ പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ച് ആണോ എന്നും അറിയില്ല. പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടല്ലോ, അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ദിവസത്തിൽ ഒരു തവണയൊക്കെ എടുക്കുന്നതിനേക്കാൾ മുന്നെങ്ങാനും നമ്മൾ അടിച്ചു കൊടുക്കാം. അതിപ്പോൾ കഴുകി കളയണമെന്നോ തുടച്ച് കളയണമെന്നോ ഒന്നുമില്ല. പിന്നെ ബേക്കിംഗ് സോഡ നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ പലരും ഫേസ് പാക്കിന് വരെ ഇപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടൊരു വീഡിയോ ഇടണമെന്നുണ്ട് പതുക്കെ. അപ്പോൾ ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ, ഞാൻ റോസ് വാട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഈ ഫേസ് പാക്ക് ചെയ്യാനായിട്ട് റോസ് വാട്ടറൊക്കെ മേടിച്ച് വെച്ച കാരണം അതിൻ്റെ കൂടെ ഒരു സ്മെല്ലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അണ്ടർആംസിൽ പുരട്ടുക. എന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നാണ് കുറച്ച് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഉണങ്ങി അത് തേച്ചൊരച്ച് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പുരട്ടുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അത്രേ വേണ്ടൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഫേസിലൊക്കെ ചെയ്യുന്ന മാസ്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുടിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കക്ഷത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ പോയി കിട്ടും. നമ്മൾ ബാക്കി എല്ലാ കാണുന്ന എല്ലാ ഭാഗവും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗം കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും ഇതൊന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞ പോലെ ഈ ഹോർമോൺ ചേഞ്ച് വന്നിട്ടാണോ എനിക്ക് ഇത് വന്നതെന്നും അത് പിന്നെ മാറിയിട്ടാണോ അത് പോയതെന്നും എനിക്കറിയില്ല. ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക്
ഇത് പലതും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഈ വേപ്പില എന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ തക്കാളി ആയാലും നമ്മൾ കറി വെക്കാൻ വാങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ പറഞ്ഞ പോലെ സെറ്റാ.